Hello, welcome to my new video and welcome to my channel Pradeesha. I am Maya Devi. ജേണലിനെ പറ്റി ഞാൻ നിങ്ങളോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ജേണൽ എഴുതി വയ്ക്കുന്നത് നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ഡയറിയിലോ എഴുതി വയ്ക്കുക, എന്നിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യുക, അത് ലഭിച്ചതായിട്ട് ഫീൽ ചെയ്യുക. തീർച്ചയായിട്ടും അത് നടന്നിരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എത്ര പേര് മാനിഫെസ്റ്റ് ചെയ്തു എനിക്കറിയില്ല, പക്ഷേ ഇന്ന് എനിക്കൊരു നല്ലൊരു അനുഭവം ഉണ്ടായി. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എനിക്കൊരു ചെറിയ ഓൺലൈൻ ബിസിനസ് തുടങ്ങണമെന്ന് തോന്നി, പക്ഷേ അതിനുള്ള പണം ഉണ്ടായിരുന്നില്ല. ഞാൻ ലോണിനൊക്കെ അപ്ലൈ ചെയ്തു, പക്ഷേ അത് അനുവദിച്ച് കിട്ടിയില്ല. അപ്പോൾ പണത്തിന് വേണ്ടി ഞാൻ ഒരുപാട് സഫർ ചെയ്തു. ഈ സമയത്ത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഒരു പുസ്തകത്തിൽ ഞാൻ എഴുതി വെച്ചു, താങ്ക് യു യൂണിവേഴ്സ് ഫോർ ഗെറ്റിംഗ് മീ എ ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്ന് എഴുതി വെച്ചു. എനിക്കൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടിയതിന് നന്ദി യൂണിവേഴ്സ് എന്ന് ഞാൻ എഴുതി വെച്ചു. ഇതാണത്. അങ്ങനെ 90 ദിവസം എഴുതി വയ്ക്കാനായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ 75 ദിവസമായപ്പോഴത്തേക്കും അത് നടന്നു കിട്ടി. എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു ടീച്ചർ എന്നെ വിളിക്കുകയും എൻ്റെ കയ്യിൽ പൈസ വെച്ച് തരികയും ചെയ്തു. ഞാൻ ആഗ്രഹിച്ച പൈസ സന്തോഷപൂർവ്വം തന്നതാണത്. തിരിച്ചു തരണ്ടെന്ന് പോലും അവർ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് കുറേ പ്രാവശ്യം യൂണിവേഴ്സ് നന്ദി പറഞ്ഞു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ജേണലിന് അപാരമായ പവറുണ്ട്. എ മാഗ്നറ്റിക്കൽ പവർ എന്ന് നമുക്ക് പറയാം. ഒരു മാജിക്കൽ വർക്കാണ് ജേർണലിസത്തിലൂടെ നടക്കുന്നത്. കാരണം നമ്മളത് എഴുതി വെച്ച് അത് മാനിഫെസ്റ്റ് ചെയ്ത് അത് നടന്നതായിട്ട് ഫീൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് നടന്നു കഴിഞ്ഞു. നമ്മൾ മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മളായി മാറുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജേണൽ നല്ലൊരു വഴികാട്ടിയാണ്. മനസ്സിൻ്റെ ഭാരം ഇറക്കി വയ്ക്കാനുള്ള ഒരു അവസരം കൂടിയാണത്. നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിൽ വരുന്ന ദുഃഖങ്ങൾ, സങ്കടങ്ങളൊക്കെ ഒരു പേപ്പറിലേക്കോ അല്ലെങ്കിൽ ഒരു ഡയറിയിലേക്കോ എഴുതുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ശൂന്യമായി കഴിഞ്ഞു അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഈ ആഗ്രഹം ഒരു പേപ്പറിലേക്ക് എഴുതി വെച്ചാൽ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് എഴുതി വയ്ക്കണം. എഴുതി വെച്ചിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യണം. പക്ഷേ പലരോടും പറഞ്ഞു കൊടുക്കാനേ പറ്റൂ. നമുക്ക് കൈ പിടിപ്പിച്ച് എഴുതിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്കത് നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാനോ പറ്റില്ലല്ലോ. മാനിഫെസ്റ്റേഷൻ വർക്കൗട്ടാകും, പക്ഷേ നമ്മൾ വിചാരിക്കണം അതിന്. ഇനി ഈ മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ആകുന്നതോടൊപ്പം വേറെ 2 കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. പ്രേയറിനും മെഡിറ്റേഷനും പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. പ്രേയർ നല്ലവണ്ണം ചെയ്യുക. അത് രാവിലെ നിങ്ങൾ പ്രേയറിന് പ്രാധാന്യം കൊടുക്കണം. പ്രേയറിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മെഡിറ്റേഷനാണ്. മെഡിറ്റേഷന് ശേഷം താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ പറയുക. അപ്പോൾ എൻ്റെ ഒരു വലിയൊരു സാക്ഷ്യം തന്നെയാണത് കാണിച്ചു തന്നിരിക്കുന്നത്. ഇത് വളരെയധികം സന്തോഷമുണ്ട്. ഉടനെ ഞാനൊരു ചെറിയ ബിസിനസ്, ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്.